ഹലോ ഗൈസ്, എല്ലാവരും ഹൽക്കൻ സാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പോൾ നമ്മൾ പുഷ്പാണ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഷോ വേണ്ട, അപ്പോൾ കങ്കു കാണുമ്പോൾ ക്ഷീണം ഇതിൽ തീർക്കണം എന്തായാലും അല്ലേ? അത് തീർക്കും. ഫസ്റ്റ് ഷോയ്ക്കിന് പോണേ. അപ്പോൾ കങ്കുക്ക് റിവ്യൂ ഇട്ടപ്പോൾ കുറേ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് എന്തായാലും റിവ്യൂ ഇടുമ്പോൾ വരും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പൊട്ടയാണെങ്കിൽ പൊട്ടനെന്ന് പറയും. നിങ്ങൾ 150 രൂപയ്ക്ക് സിനിമ കാണുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് 1200 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ജെന്യൂൻ റിവ്യൂ പറയാനുള്ള അവകാശമുണ്ട്. അപ്പം നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പൊട്ടയാണെങ്കിൽ പൊട്ടയെന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ ഫഫ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും അല്ലേ? ഇത് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അതെ. പിന്നെ സെക്കൻഡ് പാർട്ടാണല്ലോ. ബാക്കി വിഷയം സിനിമ കണ്ടിട്ട് പറയാം എന്താന്നുള്ളത്. പാട്ടൊക്കെ കുറച്ച് രസമുണ്ടല്ലേ? ഇത് ഫൈറ്റും വിഷ്വൽസൊക്കെ നോക്കട്ടെ എന്താന്നുള്ളത്. നേരെ പിടിക്കടാ ഈ എന്ത് കാണിക്കും ഗൈസ്. ഇവനങ്ങനെ ബ്ലോഗും ചെയ്ത് പരിചയമില്ല. ചെറിയൊരു പരിചയക്കുറവുണ്ട് കേട്ടോ. നിങ്ങൾ ക്ഷമിക്ക്, പതിയെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. ഓക്കെ. പക്ഷെ ആദ്യമായിട്ട് കുറച്ച് നേരത്തെ വരെ പടത്തിന് തുടക്കം മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ വേം ആടേ. എന്താവോ എന്തോ നമ്മൾ സിനിമ കാണുമ്പോൾ ഗ്രാൻഡ് ആയത്തിനാണ്ടാ. ഇവിടെ ഈ സമയത്ത് 11:30 ഷോക്ക് 3 ഷോ ഉണ്ട്. 11:30 എല്ലാം ഹൗസ്ഫുള്ളാ. പാർക്കിംഗ് ഫുള്ള്. ബാഗ് കിട്ടിയത് ഇതിലെ കയറാം. ബാബാ കയറ്. പടം കഴിഞ്ഞിറങ്ങിട്ടാ 3 മണിക്കൂർ. 3 മണിക്കൂറിന് മേലുണ്ടായിരുന്നു. 3 മണിക്കൂറിന് മേലുണ്ട്. കങ്കുവേല വളർത്തണം. തുടക്കത്തെ ഒരു 10-15 മിനിറ്റ് നമ്മളത് ആ ഒരു കത്തി സീനെ കണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പടം ഫുള്ള് എൻജോയ് ചെയ്യാലോ. ലോജിക്ക് വെച്ചൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് കത്തി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണൽ സീനൊക്കെ കറക്റ്റ് അല്ലേ? അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയുണ്ട്. പാട്ടും അടിപൊളി, BGM ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മള് മോശം പറയാൻ പറ്റില്ല. ലോജിക്ക് വെച്ച് കാണാൻ പറ്റില്ല. എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ പടം കൂടെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആക്ഷൻ ഫൈറ്റ് ഒക്കെ സൂപ്പർ. ആക്ഷൻ വേറെ ലെവൽ. ക്ലൈമാക്സിലെ ഫൈറ്റ് പൊളിയാ. എന്റെ മുന്നേ സഹിക്കാൻ പറ്റില്ല. അയ്യോ, തുടക്കത്തെ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കത്തെ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെറും ശോകം. നമ്മുടെ പഴയ കുരുവി സിനിമയിലെ കൊല പോലത്തെ ഒരു ഫൈറ്റാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര കത്തി. പിന്നെ പാർട്ട് 3 ആണ് ഇനി വരാണ്. പാർട്ട് 3 പുഷ്പ പാർട്ട് 3 വരുന്നുണ്ട്. പാർട്ട് 3 അതിനെയാണ് കഥ ആരംഭിച്ചത്. പടത്തിലല്ലേ ലാഗെന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ. 3 മണിക്കൂർ ലാഗൊന്നുമില്ല. പക്ഷെ ഒരു സീനുള്ള ആകെപ്പാടെ എനിക്ക് ലാഗുമെന്ന് എവിടെ അറിയാം. പുള്ളി സോറി പറയുന്ന സീന് അവിടെ മാത്രം എനിക്ക് ലാഗ് ഫീൽ ചെയ്തു. വേറെ എങ്ങും എനിക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ കുഴപ്പമില്ലല്ലേ? സെറ്റാണ് ബ്രോ. പടം എങ്ങനെയുണ്ട്? അയ്യോ ഗൈസ്, വൺ ടൈം വാച്ചബിൾ ആണ്. ലോജിക്ക് നോക്കിയിട്ട് സിനിമ കാണാൻ പറ്റില്ല. ലോജിക് ഇല്ല. അതെ, നമ്മുടെ മലയാളത്തിൽ നമുക്ക് റൺബില്ലേ അതേപോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിലെ സെക്കൻഡ് പാർട്ടില്ലേ, ഫസ്റ്റ് പാർട്ടിനോട് എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് പാർട്ടായിരുന്നു. നിനക്കോ? സെക്കൻഡ് പാർട്ട് ഒരു പടം കൂടി വേറെ ലെവലില്. ചന്ദനക്കടത്തൊക്കെ ഇല്ലേ കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുണ്ട്. അത് സൂപ്പറായിരുന്നു. പാട്ടൊക്കെ സൂപ്പറായിരുന്നു അല്ലേ? പിന്നൊരു കേസുണ്ട്, എൻ്റെ മോളെ രശ്മിക. അവളെ അനിമൽ സിനിമ ഇറങ്ങി പിന്നെ അവൾക്ക് ഈ പടത്തിൽ ഫുള്ള് വേറൊരു മൂടനെ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഫീലിങ്സ് വന്നുകൊണ്ടിരിക്കുക. അത് കാണുന്നവരിലും ഒരു ഫീലിങ്സ് ഉണ്ടാക്കി അല്ലേ? അതെ, നമുക്കും ഒരു ഫീലിങ്സ് ആയി. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഭാര്യ ഭർത്താവിന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു കണക്ഷൻ, അത് സൂപ്പറായിട്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? കുറച്ച് ഓവറായി, പക്ഷെ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഈ പുള്ളി ഏതറ്റം വരെ പോയെങ്കിൽ ഇവർ തമ്മിൽ ഒരു ചെറിയ ഒരു കണക്ഷനൊക്കെ ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മൊത്തത്തിൽ പടം ഫുള്ള് കളർഫുള്ളാണ്, വൈബാണ്, വൺ ടൈം വാച്ചബിളാണ്. അല്ലാതെ നമ്മൾ മോശമായിട്ട് പറയാനായിട്ട് അങ്ങനെ തുടക്കത്തെ ഫൈറ്റ് ഒഴിച്ച് വേറെ ഒന്നും പറയാനില്ല അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ഉറക്കൊളിച്ച് വന്നതിന് മോശം പറയാനില്ല. നമ്മുടെ കാശൊന്നും പോകുന്നില്ല, അത്രയ്ക്ക് മോശം പടമൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല പടം. പിന്നെ പൊതുവെ എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പാർട്ടാണ്. എനിക്കോ? സെക്കൻഡ് പാർട്ടാണ് കുറച്ചും. ഫസ്റ്റ് പാർട്ട് ഉണ്ട്, പക്ഷെ സെക്കൻഡ് പാർട്ടാകുമ്പോൾ അതിൽ കുറച്ചുകൂടി മസാല ചേർത്തിട്ടൊരു പടം, കുറച്ചുകൂടി മസാല. പക്ഷേ ഫസ്റ്റ് പാർട്ടിന്റെ അത്ര ലോജിക്ക് നോക്കുമ്പോ ഫസ്റ്റ് പാർട്ടാണ് ലോജിക്ക് വെച്ച് കാണാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ട് നമുക്ക് മറ്റേ നമ്മുടെ ദളപതി സിനിമകളൊക്കെ കാണുന്ന പോലെ കാണാം.
വിജയുടെ സിനിമ കാണുന്ന പോലെ ലോജിക്കിൽ കണ്ടിരുന്ന് കാണാം. ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റും അതുപോലെ കാണാം. ഞാൻ വിജയുടെ കുറ്റം പറഞ്ഞാൽ കേട്ടാ, ലോജിക്ക് ഇല്ലാണ്ട് കാണണമെങ്കിൽ വിജയ് സിനിമ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ ഉള്ളവരും പറയണ്ടേ, ഞാൻ സൂര്യ ഫാനാ, നമുക്ക് അങ്കുവ മോശം പടമല്ലേ പറഞ്ഞേ, മോശം എന്ന് പറയും. അതിനിപ്പോ എന്താ പഠിക്കാനുള്ള പൈസ കൊടുത്തല്ല സിനിമ ആണ്, ഫ്രീ അല്ലല്ലോ. കാശ് കൊടുത്ത സിനിമ ആണവർക്ക് അതിന്റെ അഭിപ്രായം പറയാം. അതിനിപ്പോ വിജയിന്ന് സൂര്യാന്നൊന്നുമില്ല, പടം കൊള്ളിയാന്ന് പറയും. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ര നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും പോയി കണ്ടോട്ടോ, നിങ്ങൾക്ക് പൈസ നഷ്ടമൊന്നും വരില്ല. അതിനുള്ളതൊക്കെ സുകുമാർ ചെയ്തു വെച്ചിട്ടുണ്ട്, സംഭവം പൊളിയാണ്. ഇനി നമുക്ക് അടുത്ത റിവ്യൂ നമ്മളിനി കാത്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ഫിലിം മാർക്കോ. മാർക്കോനെ എന്തായാലും ഉറപ്പൊളിച്ച് നമ്മൾ വരും. ഇതിന് ഉറപ്പൊളിച്ച് വന്നിട്ട് വിഷമമൊന്നുമില്ല കേട്ടോ, നല്ല പടം തന്നെ. എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ പടം പൊളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ഒന്നും പറയാൻ. ഗൈസ്, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഫഫ പൊളിച്ചു കേട്ടോ. ഫഫയുടെ ഓരോ സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിനക്കോ? പൊളിയായിരുന്നു. അല്ലു അർജുൻ അടിപൊളി തന്നെ. പക്ഷെ ഈ പ്രാവശ്യം നാഷണൽ അവാർഡ് കൊടുക്കാനുള്ളതൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം കൊടുത്തു. ഓക്കെ, ഈ പുഷ്പ 2ക്ക് ഇനി നാഷണൽ അവാർഡ് സെലക്ട് ചെയ്തത്, അതിന് മാത്രം പുഷ്പ 2 പുള്ളിയൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റിലൊന്നും ഉണ്ടെന്ന് പറയാനില്ല, ആകപ്പാട് ആ ബോഡി ലാംഗ്വേജ് പിടിച്ചത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പുഷ്പയിൽ കണ്ടൊന്നുമില്ല. പിന്നെ രശ്മിക അടിപൊളിയായിട്ട് ഒരു ഭാര്യയുടെ റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു പൊടിക്ക് ഓവറാണ്, പക്ഷെ ഇത്തിരി ഓവറാണ്, പക്ഷെ എന്നാലും പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാല് വില്ലന്മാരൊന്നും അങ്ങോട്ട് പുള്ളിക്ക് അത്ര കണ്ട് സെറ്റായില്ല അല്ലേ. ഒരു ആർക്കും വലിയ പ്രാധാന്യം കൊടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാ പുഷ്പ 1 കൊടുത്ത പോലെ മറ്റേ പേര് മംഗളശീലൊക്കെ എന്തിനാണ് ഗുണം എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാ ഇടയ്ക്ക് കൊണ്ട് നിർത്താനാന്ന് തോന്നുന്നു. ഫസ്റ്റില് പുള്ളി മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ? മംഗളശീലം ഫസ്റ്റില് മരിച്ചില്ല. കഥയൊക്കെ മറന്നുപോയി ഫസ്റ്റൊക്കെ ഒന്ന് വേണമെങ്കിൽ കണ്ടിട്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി ഫസ്റ്റിലെ കഥയൊക്കെ. പിന്നെ ചില സീക്വൻസ് ഒക്കെ രസമുണ്ട് അല്ലേ. ചന്ദനക്കടത്തൊക്കെ കുറച്ച് രസമുണ്ട്, ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടി എനിക്ക് രസമായിട്ട് തോന്നുന്നു സെക്കൻഡിലെ ചന്ദനക്കടത്തൊക്കെയാ. ഫഹദും അല്ലും കൂടെ കോംബോ അടിപൊളിയാണ്. അത് അടിപൊളിയാ. ഫഹദാണ് പക്ഷെ അല്ലുവിനേക്കാളും കുറച്ച് മേലെ സ്കോർ ചെയ്തേക്കണം കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയേ അല്ലേ. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മള് ഫുള്ള് കഥ പറയാനും അർത്ഥം മുറിക്കാനും നിക്കില്ല, നിങ്ങൾ പോയി കാണും എന്തായാലും. മസ്റ്റ് വാച്ചബിൾ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ പോയി പടം കണ്ടോ പോയിട്ട് സൂപ്പറാ. നമുക്ക് ധനനഷ്ടവും മാനഹാനി വരാനൊന്നുമില്ല, അത്യാവശ്യം കണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ്. പിന്നെ നമ്മുടെ കോക്കണന്റെ റിവ്യൂ ഒക്കെ വരുമ്പോ നമുക്ക് അത്യാവശ്യം കീറി മുറിക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ ഇത്രയും കൂടി ഫുള്ളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എടാ നിന്റെ റിവ്യൂ എന്താ? നമ്മുടെ അനിയനോട്ടാ, അവനെന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം? ആക്ഷൻ മൂവിയാണ്, എന്റർടൈൻമെന്റ് ആണ്. ആക്ഷൻ മൂവിയാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടവൻ, അപ്പൊ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല എല്ലാവരും കാണാം, പൈസ ഒന്നും പോകുന്നില്ല. അതെ, പിന്നെ കൂടുതൽ ആഴത്തിലേക്കുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊക്കണ്ണം പറയുന്നതായിരിക്കും. അതെ, കൊക്കണ്ണൻ റിവ്യൂ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്തായാലും. അപ്പൊ ഓക്കെ, ബൈ.